ഇമേജും മതിപ്പും പൊതുജനങ്ങളുടെ മനസ്സിൽ നഷ്ടപ്പെടണം. അത് വ്യാപകമായ പ്രചാരണം ഒരു ഭാഗത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സംസ്ഥാന വിലകളിൽ എടുക്കുമ്പോ ചെങ്ങറയാണെങ്കിലും മൂലമ്പള്ളിയാണെങ്കിലും അട്ടപ്പാടിയാണെങ്കിലും വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും റെയിൽവേ കൊച്ചു ഫാക്ടറി ആണെങ്കിലും സ്മാർട്ട് സിറ്റി പദ്ധതിയാണെങ്കിലും 5 വർഷം കൊണ്ട് നടപ്പിലാക്കാത്ത പദ്ധതി 3-4 മാസം കൊണ്ട് വെളിച്ചം കണ്ടപ്പോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷേ റെയിൽവേ കൊച്ചും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റിയും ഒക്കെ നമ്മളുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആളുകൾ പിൻവാതിൽ കൂടി നിയമനങ്ങൾക്ക് നിറയ്ക്കാൻ കഴിയുമായിരുന്നു എന്നത് അവരുടെ പ്രതീക്ഷ കരുതുകയാണ്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിട്ടില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിട്ടില്ല. ഇനിയും വരാനിരിക്കുന്നു. അന്ന് ജനങ്ങൾ വോട്ട് ചെയ്യണമെങ്കിൽ കോൺഗ്രസിനെ പറ്റിയുള്ള മതിപ്പ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. ആ മതിപ്പുണ്ടാക്കാനുള്ള ബാധ്യത കോൺഗ്രസിന്റെ പ്രവർത്തകർക്കുള്ളതാണ്. ആ മതിപ്പുണ്ടാക്കുന്നതിന് പകരമായി കോൺഗ്രസിന് ചിരിക്കാൻ വകനൽകുമ്പോ തീർച്ചയായിട്ടും വേദനിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്താണ് കോൺഗ്രസിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് എന്നാണ് ഈ സന്ദർഭത്തിൽ ആലോചിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം നേതൃത്വം പറഞ്ഞാൽ ആ നേതൃത്വത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരാകാൻ നമുക്ക് സാധിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അയാസ് പറഞ്ഞ പോലെ എന്റെ നേതാവ് പറഞ്ഞു, ഞാനത് അംഗീകരിച്ചു. KPCC പറഞ്ഞു, അത് അംഗീകരിച്ചു. KPCC പറയുകയാണ് നാളെ ജവാദ് മൊഴിയെടുത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകാനുള്ള മനസ്സിലേക്കുണ്ടാവണം. ഇവിടെ നമ്മുടെ കോൺഗ്രസിൽ ഭൂരിപക്ഷമാണ്, അല്ലെങ്കിൽ സമവായമാണ്. സമവായവും ഭൂരിപക്ഷവും മറികടന്ന് ഒരു യൂണിറ്റ് കമ്മിറ്റിയിൽ പോലും ഇന്നോളം തീരുമാനമുണ്ടാകാത്ത ഒരു പ്രവിശ്യ കമ്മിറ്റിയാണ് OICC എന്ന പ്രസ്ഥാനത്തിൽ നമുക്കിവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഞാനും ചേരുന്ന സമൂഹം ഈ നേതൃത്വം അംഗീകരിക്കുന്നത് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയാണ്. കോൺഗ്രസ് ശക്തിപ്പെടുന്നതിന് വേണ്ടിയാണ്. കോൺഗ്രസിനെ പറ്റിയുള്ള മതിപ്പ് ഈ സൗദിയിൽ തന്നെ ഏകദേശം 20 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. അത് 12 ലക്ഷത്തിലധികം മലയാളികളാണ്. ഒരുപക്ഷെ അതിൽ 4 ലക്ഷത്തിലധികം മലയാളികൾ കിഴക്കൻ പ്രവിശ്യയിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. ചില ആളുകൾ അതിലും കൂടുതലുണ്ട് എന്നാണ് പറയുന്നത്. ആ മലയാളികൾക്കുള്ളിൽ കോൺഗ്രസിന്റെ സ്നേഹം പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കോൺഗ്രസ് ചെയ്യുന്ന പ്രസ്ഥാനം കൂടികെട്ടിയിറങ്ങണമെങ്കിൽ അതിന് ശക്തമായി പ്രവർത്തിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന് നമുക്ക് കഴിയണം. വിമത പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവരും കൂടി ഇത് മനസ്സിലാക്കേണ്ട തിരിച്ചു വരാൻ അത്ഭുത ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ